ഹായ്, ഐ എം ഗ്രേഷ്മ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്രയും നാളും എന്നെ അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി ആയിരുന്നു നമ്മൾ. എന്നാൽ ഇപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് പേരടങ്ങുന്ന ഒരു ഫാമിലിയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗ്രേഷ്മ. ഞാൻ ഇടുക്കിക്കാരിയാണ്. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് സാംസൺ എറണാകുളംകാരനാണ്. ഇച്ചായൻ ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, മിഖ മറിയം. ഇപ്പോൾ 2.5 വയസ്സായി. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഗോവയിലാണ്. ഞങ്ങളുടെ പേരൻസൊക്കെ നാട്ടിൽ തന്നെയാണ്. ഞാൻ കൂടുതലും ഹോം ബ്ലോഗും പിന്നെ എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങളും പിന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു യാത്രകളും ഒക്കെയാണ് ഇടുന്നത്. ഇപ്പോൾ എന്നെക്കുറിച്ച് നിലവിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. ഇന്ന് ഇച്ചായൻ ഡ്യൂട്ടിക്ക് പോയ ദിവസമാണ്. സാധാരണ ഇപ്പം ഡ്യൂട്ടിക്ക് പോയാൽ ഒന്നില്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വീഡിയോയിൽ ഞാനും കുഞ്ഞും മാത്രമായിരിക്കും ഉള്ളത്. ഇന്ന് ഞാൻ ഓർത്ത് ക്രിസ്മസിനിട്ട് ലൈറ്റും നക്ഷത്രമൊക്കെ അഴിച്ചു മാറ്റാമെന്ന്. ബാക്കി എല്ലാ വീട്ടിലേക്ക് അഴിച്ചു മാറ്റി. ഞാനാണെന്ന് തോന്നുന്നു ലാസ്റ്റ്. എനിക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് അത് സെറ്റാക്കി വെച്ചിരുന്നത്. ഒരു ചെറിയ നൂലൊക്കെ കെട്ടി. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റൊന്നും അഴിച്ചെടുക്കാൻ വലിയ പാടുണ്ടായില്ല. ഞാൻ അപ്പം തന്നെ അത് ചുരുട്ടി വെക്കുന്നുണ്ട്. കാരണം അത് നിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളത് വലിച്ചെടുത്ത് കടുങ്കട്ടാക്കി ഇടും. ഇവിടെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. വലിയധികം ചൂടൊന്നുമില്ല. നല്ല കാറ്റൊക്കെ ആയിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുറത്തെ വലിയധികം ചൂടൊന്നും ഇങ്ങോട്ട് അറിയുന്നില്ല. കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും നക്ഷത്രം അഴിക്കാൻ ഞാൻ ഇച്ചിരി പാടുപെട്ടു. അത് ആ ജനലിൻ്റെ അവിടെ ഉടക്കിപ്പോയി. പിന്നെ ഞാനത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ചെറുതായിട്ട് എൻ്റെ റോസയൊന്ന് ഒടിഞ്ഞു. ആദ്യം തന്നെ ആ റോസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എനിക്കങ്ങനെ ഇച്ചിരി ധൃതി കൂടുതലുള്ള സ്വഭാവക്കാരിയാണ്. അപ്പം പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൽ കൂടുതൽ പണി ഒപ്പിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ പുറത്തെ പണികളൊക്കെ തീർന്നു. ഇനി ക്രിസ്മസ് ട്രീ അഴിക്കണം. ക്രിസ്മസ് ട്രീ വെക്കാനുള്ള കവറ് മുകളിലായിരിക്കുന്നത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ്. അതിന് അടി വന്ന് അവൾ നിൽപ്പുണ്ട്. ഇതെങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ അടി വന്ന് ഇങ്ങനെ നിൽക്കും. കവർ എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്കത് വേണം. അവൾക്ക് അതിനകത്ത് കയറി ഇരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രീയെ ഡെക്കറേഷനൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങളിപ്പം ചിന്തിക്കും. പക്ഷെ ഉണ്ടായിരുന്നു. അത് അവൾ 2-3 തവണ ഇങ്ങനെ ഉരുട്ടിച്ചടിച്ച് മൊത്തം കളഞ്ഞത്. ട്രീ അവിടെ നിന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞതിനും അവിടെ എന്തോ ഇല്ലാതായ പോലെ. അത്രയും ദിവസം ട്രീ ഇരുന്നിട്ടേ ഇനി അവിടെ എന്തെങ്കിലും ചെടി കൊണ്ടുവെക്കണം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ബാൽക്കണിയൊക്കെ നല്ല രസമുണ്ട്, അവിടുത്തെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ നല്ലതെന്നൊക്കെ പറഞ്ഞ് അതും എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ കമൻ്റൊന്നും ഇടുന്നില്ല, പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് അയക്കുന്നത് അതാണേലും മതി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടല്ലോ. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മൊബൈലിൽ സ്പേസ് ഉണ്ടാവില്ല. പിന്നെ കൊച്ചിനെ വെച്ചുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണം ഒക്കെ വരുമ്പോഴാണ് ഈ ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഭയങ്കര പാടാവുന്നത്. എന്നാലും കുഴപ്പമില്ല. എഡിറ്റിങ്ങൊക്കെ ഇപ്പം പെട്ടെന്ന് കഴിയുന്നുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പം ഞാൻ നിർത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോകും. അങ്ങനെ ഒരു ദിവസം ഇപ്പം ഞാൻ 2 ദിവസം എടുത്തെന്ന് തോന്നുന്നു ഇന്നത്തെ ഈ വീഡിയോ എടുക്കുക, വോയിസ് ഓവർ കൊടുത്ത് കഴിയാൻ. ഏതായാലും ഈ വർഷം എനിക്ക് ഫുൾ ആക്റ്റീവ് ആകണമെന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറയാം കേട്ടോ, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറയാം. കമൻ്റ് ഇടാൻ പേടിയുള്ളവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. എനിക്കറിയാൻ പറ്റുമല്ലോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ. ഇനിയിപ്പോൾ ഈ ട്രീ അടുത്ത വർഷമല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനൊരു ടേപ്പ് വെച്ച് അത് മുഴുവനും ഒട്ടിച്ച് വെക്കുക. ഒരു കാല് മാത്രം പുറത്ത് നിൽപ്പുണ്ട്, കാരണം അത് ഉള്ളിലേക്ക് പോവുകയില്ല. ഇതിൻ്റെ കവറ് അന്നേരമൊക്കെ കീറിപ്പോയായിരുന്നു. ഇതിപ്പം കൊച്ചിൻ്റെ വണ്ടിയുടെ കവറാണ്. മുമ്പേ കവറെടുത്ത ആവേശത്തിന് അത് എന്നെക്കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ട് പൊക്കി നോക്കുന്നത്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അത് ഞാൻ പൊക്കിയാൽ പൊങ്ങൂല. പക്ഷെ ഞാൻ പരിശ്രമിച്ചു.
ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്നെങ്ങാനും മറിഞ്ഞ് വീണെങ്കിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ ഞാനും മിക്കവും കൂടെ ബാക്കിയുണ്ടായിരുന്ന തണ്ണിമത്തനൊക്കെ എടുത്ത് തിന്ന് ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷനൊക്കെ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുമ്പോൾ ടാറ്റ ബൈ ബൈ.